കുറച്ച് ദിവസം കൊണ്ടേ രാവിലെ ഞാൻ വീഡിയോ തുടങ്ങുന്നത് എമ്പുരാനിൽ തുടങ്ങിയതാണ്. എമ്പുരാൻ്റെ പ്രീ ഫെയിൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ എമ്പുരാനിലായിരുന്നു തുടക്കം വീഡിയോ തുടങ്ങുന്നത്. ഇന്ന് അതിനൊരു മാറ്റിപ്പിടുത്തമാണ്. എല്ലാം മാറണമല്ലോ അല്ലേ? ബഫൂക്കയിൽ തുടങ്ങാം. ഇന്ന് മമ്മൂട്ടി ചിത്രം ബഫൂക്കൈ. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമമുള്ള ഒരു സംഗതിയാണ് പറയാൻ പോകുന്നത്. ബഫൂക്ക എന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട ചിത്രം തന്നെയാണ്. കാരണം കോടികൾ മുടക്കിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ വീഡിയോ പറഞ്ഞു. അപ്പം ബുക്കിംഗ് തുടങ്ങിയപ്പം വളരെ ശോകമായ അവസ്ഥയിൽ തന്നെയാണ് ബുക്കിംഗ്. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്ന് ചീത്ത വിളിക്കുന്നതും കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ എണ്ണം എടുത്താൽ ഇതിനും കൂടുതലുണ്ടാകും എന്ന് തോന്നുന്നു. ഇവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിരന്തരമായി മമ്മൂട്ടിക്ക് അനുകൂലം എന്ന് പറയുന്ന പോലെ കമൻറ്റുകൾ ഇട്ടങ്ങ് നടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ടിക്കറ്റ് എടുക്കാനോ ആ ഷോ കാണുവാനോ ഒന്നും മെനക്കെടുന്നില്ല. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോ കാണാതെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു റൂമിൽ അടച്ചിട്ടിരുന്ന് അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് പച്ചത്തെറിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടരാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ ഏപ്രിൽ 10 ഒരു പടം റിലീഫായിട്ട് പ്രൊമോഷൻ കുറവാണ്, അതൊരു സത്യമാണ്. എന്നാലും പ്രൊമോഷനും കിട്ടുന്ന അത്രയും പോലും മൈലേജ് കൊടുക്കാൻ ഈ ഫാൻസുകാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. വളരെ ശോചമായ അവസ്ഥയിൽ തന്നെയാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ പാതിരാത്രിയിൽ ഇറങ്ങിയ കണക്ക് ഞാൻ പറയാം. 448 ഷോയിൽ നിന്ന് നമുക്ക് കിട്ടിയത് 21,486 ടിക്കറ്റ് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതിൽ 34.50 34,50,000 ക്യാഷ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ ഒക്കുപ്പൻസി നോക്കുവാണെങ്കിൽ 14.21 കാണിക്കുന്നത്. അപ്പം ഒരു തിയേറ്ററിൽ പോലും തിയേറ്ററുകളിലൊന്നും തന്നെ ആദ്യ ഷോ പോലും ഫുൾ ആകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു ചിത്രം ഇറങ്ങിയിട്ട് ഇത്ര ശോകമായ അവസ്ഥയിലാണ്. അത് തന്നെയല്ലേ എമ്പുരാൻ, ലാലേട്ടൻ. ഇവർ പലപ്പോഴും പറയുന്നു ലാലേട്ടനും മമ്മൂട്ടിയും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പം ആ ഏറ്റുമുട്ടലിൻ്റെ മോഹൻലാലിൻ്റെ ആദ്യ ദിനത്തിലെ പ്രീ സെയിൽ കളക്ഷനൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുമായിട്ട് തുലനം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി പോലും ഇല്ലാത്ത ഒരു ഫാൻസുകാരാണെന്ന് തോന്നി. വളരെ ശോകമെന്ന് വെച്ചാൽ വളരെ ശോകമായ അവസ്ഥ. അതോ എന്തുകൊണ്ട് അവർ ഈ പടം കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റ് മാത്രമായിട്ട് ബുക്ക് മൈ ഷോയിൽ നമ്മൾ നോക്കുമ്പോൾ 1 ലക്ഷം പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ് ആ അവസ്ഥയാണ്. ഇതിനേക്കാളും തമിഴ് ഭേദം എനിക്ക് തോന്നുന്നു ആലപ്പി ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രാത്രി വൈകി ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം 6,000 മുകളിലുള്ള ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട്. അതാണ് അവസ്ഥ. മമ്മൂട്ടിയുടെ ആകെ വിറ്റുപോയ ബുക്ക് മൈ ഷോ പറയുന്നത് ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രമായിട്ട് പോയേക്കുന്ന 14,000 ചില്ലാനും ടിക്കറ്റാണ്. ഈ 12ാമത്തെ ദിവസം എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം എമ്പുരാൻ ഇന്നലെ വിറ്റ് പോയിരിക്കുന്ന 32,000 ചില്ലാനും ടിക്കറ്റാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഈ 12 ദിവസം കഴിഞ്ഞ് എമ്പുരാന് കിട്ടുന്നതിൻ്റെ ഒന്ന് പോലും ഈ ടിക്കറ്റ് ഈ റിലീസ് ചെയ്യാത്ത ബഫൂക്ക വിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കഷ്ടമാണ്. കാരണം അതിനുള്ള ഹൈപ്പില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ അതിന് താഴെ വന്ന് പലരും ചീത്ത വിളിക്കാറുണ്ട്. മമ്മൂട്ടി ഹൈപ്പൊന്നും വേണ്ട, മമ്മൂട്ടി 100 കോടിയുടെ തള്ളൊന്നും വേണ്ട, മറ്റേത് വേണ്ട, മറിച്ചത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കൂടുതലുണ്ടെന്ന്. നമ്മൾ പല മമ്മൂട്ടിയെ പറ്റി ഏതെങ്കിലും എതിര് പറയുന്ന ചാനലിൻ്റെ താഴെ വന്നേക്കുന്ന നിരന്തരമായി കമൻ്റ് ഇടുന്നവരുണ്ട്. അവരെല്ലാവരും കൂടെ തന്നെ ടിക്കറ്റ് എടുത്ത ഇതിലും കൂടുതലുമാണ്. അപ്പം ഇനി 2 ദിവസമുണ്ട്. എല്ലാവരും സ്ട്രോങ് ആയ പിള്ളേരെ, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം സ്ട്രോങ് ആവണം. എനിക്ക് തോന്നുന്നു ഈ ഫാൻസ് അസോസിയേഷനൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരവർ ഇഷ്ടപ്പെടുന്ന നടന്മാരുടെ ചിത്രങ്ങൾ വരുമ്പം തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രൊമോഷൻ്റെ ഭാഗമായി തന്നെയാണ് ഓളം ഉണ്ടാക്കുന്നത്. ഫാൻ ഷോകൾ സംഘടിപ്പിക്കുക, എന്നിട്ട് എങ്ങനെയാണ് ഒരു ചിത്രം തിയേറ്ററിൽ ഇറക്കേണ്ടത് എന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുക, അതിൻ്റെ എന്താ പറയുന്നത് അടിത്തറമാകുക എന്നൊക്കെ പറയുന്നത് പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ അവസ്ഥയൊന്നും കാണുന്നില്ല. ആ അവസ്ഥയുടെ പകുതിയെങ്കിലും മതി. ബഫൂക്ക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വളരെ ശോകമായ അവസ്ഥയിലാണ്
രാവിലെ ബുക്കിംഗ് തുടങ്ങിയിട്ടുമില്ല. മറുവശത്ത് ഈ മമ്മൂട്ടിയുടെ ചിത്രവുമായിട്ട് എതിരിടാൻ നിൽക്കുന്ന ചിത്രം എന്ന് പറയുന്നത് അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി അല്ലേ, പേര് തന്നെ തെറ്റിപ്പോകും. ആ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി വലിയ വലിയ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലൊന്നും നമ്മളിവിടെ ചെയ്യാറില്ല സാധാരണ. പക്ഷേ 280 അടി ഉയരമുള്ള കട്ടൗട്ട് മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം ഓടി മാറുന്നതും പാലഭിഷേകവും ഒക്കെ അവരങ്ങ് ആഘോഷമാക്കി. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. വ്യാഴാഴ്ച പണം റിലീഫാവുന്നു, ഇന്ന് ബുധൻ ചൊവ്വ. ഇനി എന്നത്തേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്? ആദ്യ ഷോ അല്ലെങ്കിൽ പടം കണ്ടതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചാണ്. പടം കണ്ടതിന് ശേഷം അഭിപ്രായം റിവ്യൂ കേട്ടതിന് ശേഷം പടം പോയി കാണാവുന്നതാണ്. റിവ്യൂ കേൾക്കാൻ നിൽക്കരുത്, ആരും റിവ്യൂ കേൾക്കാൻ നിൽക്കരുത്. ഓരോരുത്തരുടെ ഇഷ്ടം അവർ പടം പോയി തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. ഒരു നടൻ്റെയും റിവ്യൂ കേട്ടിട്ട് പടം കാണാൻ പോകരുത്. അതിന് ഉത്തമ ഉദാഹരണമാണ് എമ്പുരാൻ. എനിക്ക് തോന്നുന്നു പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ് വന്നത്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ, പല വിവാദങ്ങളുണ്ടായിട്ടും അതൊന്നും കൂട്ടാക്കാതെ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ആരാധകർ ഒറ്റക്കെട്ടായിട്ട് ഈ ചിത്രം കാണാൻ കയറി. അവർ കുടുംബ പ്രേക്ഷകരെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട നിരന്തരമായ വാർത്തകൾ വരുന്നു. അതുപോലെ തിയേറ്റർ ഹോള് സൃഷ്ടിക്കുന്നു, ബുക്കിങ് കൂടുന്നു, ബുക്ക് മൈ ഷോയുടെ നിർത്തലാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒത്തിരി കാര്യം വന്ന് ആ പടം എന്താണ്, അതെന്താണെന്ന് അറിയാനുള്ള താല്പര്യമെങ്കിലും ഉണ്ടാകത്തില്ലേ? അങ്ങനെ ഉണ്ടായിരിക്കരുതാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം കൂടുതൽ ആൾക്കാർ ചിത്രം തിയേറ്ററിലേക്ക് കൊണ്ടുവരണം, ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിനൊക്കെയാണ് ഈ ഫാൻസ് അസോസിയേഷനൊക്കെ വേണ്ടത്. അല്ലാതെ എവിടെങ്കിലും മമ്മൂട്ടിയെ പറ്റി ഏതെങ്കിലും പറയുന്നു, നെഗറ്റീവ് പറയുന്നു. ഇപ്പം എൻ്റെ പ്രൊമോഷൻ കുറവാണെന്ന് നമ്മൾ ഒരു സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ കാര്യം വന്നിട്ട് ചീത്ത വിളിക്കാൻ. അപ്പം ആ ടൈം മതി. 10 ആളിനെ ഒന്നിച്ച് ചേർക്കുക, ടിക്കറ്റ് പോയി ബുക്ക്, അടുത്ത തിയേറ്ററിൽ തന്നെ ബുക്ക് ചെയ്യുക. കാരണം മലയാള സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മമ്മൂട്ടിയുടെ എന്നല്ല, എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ. അപ്പോൾ ഏപ്രിൽ 10 നമുക്കൊരു ഒത്ത എതിരാളി അപ്പുറത്ത് നിൽപ്പുണ്ട്. മലയാള ചിത്രങ്ങളെല്ലാം വിട്, ഒരു തമിഴ് ചിത്രം. അജിത്ത് തല എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിൽ അനേക ആരാധകരുണ്ട്. അവരെ പാലഭിഷേകം തുടങ്ങി. ഇപ്പം അതിനനുസരിച്ച് അവിടെ മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ആദ്യ ദിനം തന്നെ 7 കോടിക്ക് മുകളിലുള്ള ടിക്കറ്റ് വിറ്റുപോയി എന്നുള്ളതാണ് പ്രീ സെയിൽ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ എടുത്തു പോകുമ്പോൾ 7000 ടിക്കറ്റ് മണിക്കൂറിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് ഇവിടെ ആളുമില്ല, അനക്കമില്ല, ഒന്നുമില്ല. ഇന്നലെ ആകെപ്പാടെ വിറ്റതെന്ന് പറഞ്ഞാൽ 34,50,000 രൂപയുടെ ടിക്കറ്റ് മാത്രമാണ് ഇന്നലെ ബുക്കിംഗ് പോയത് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇത് കാണാൻ താല്പര്യമില്ല. ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ പടം ഇറങ്ങിയതിന് ശേഷം ഇത് പൊളിയാണ്, ഇപ്പം തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചേക്കുക, ഇത് പൊടിയാണ്, മമ്മൂട്ടിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അവർ പടമൊന്നും കാണത്തൊന്നുമില്ല, ഇങ്ങനെ തയ്യാറാക്കി വെക്കുക. ഞാനെപ്പോഴും പറയും, ഇങ്ങനെയുള്ളവരുടെ ഒന്നും വാക്കുകൾ ആൾക്കാർ മുഖവിലേക്ക് എടുക്കത്തില്ല. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നിന്ന് തിയേറ്ററിൽ പോയി പടം കാണുക. ആ പടം നല്ലതാണോ ചീത്തയാണോ? പ്രത്യേകിച്ച് എമ്പുരാനും ഇറങ്ങിയതിന് ശേഷം പലരും റിവ്യൂ കാണുന്നതൊക്കെ നിർത്തി. നമ്മൾ മലയാളത്തിലെ പ്രസിദ്ധരായ ഒരു റിവ്യൂ എമ്പുരാനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ? പുള്ളിയെ ട്രോളിക്കൊന്നു. അതിനുശേഷം പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങേരെന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്ന അവസ്ഥയായി. അതുകൊണ്ട് റിവ്യൂ ഒന്നും കാണുന്ന പരിപാടിയില്ല. നല്ല ചിത്രമാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണും. പക്ഷേ അത് തിയേറ്ററിലുണ്ട് എന്ന് വരുത്താൻ ഒരു ഓളം സൃഷ്ടിക്കേണ്ട അത്യാവശ്യം. ഇപ്പം അജിത്തിൻ്റെ ചിത്രം തന്നെ കോടികൾ വാരിയിരിക്കുകയാണ് തുടങ്ങുന്നതിന് മുമ്പ്. ആ സ്ഥാനത്ത് ഇവിടെ 1 കോടി പോലും തികഞ്ഞില്ല എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിങ്ങും ഒക്കെ വളരെ മോശമാണ്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് ലുക്കുമായിട്ട് ഒരു പരീക്ഷണ ചിത്രമെന്ന് പലരും പറയുന്നു. ഒരു ഗെയിം ത്രില്ലറാണെന്ന് പറയും. അതൊന്നും നമുക്കറിയില്ല. അപ്പം ഏതായാലും പടം തിയേറ്ററിൽ വരികയും തിയേറ്ററിൽ കാണുകയൊക്കെ ചെയ്യാം. മമ്മൂട്ടിയാണ് ആരാധകരെന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരെങ്കിലും കൃത്യമായിട്ട് തിയേറ്ററിൽ പോവുകയും ബുക്ക് ചെയ്യുകയും ടിക്കറ്റ് എടുക്കുകയൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ കിട്ടുന്ന ഒരു ഓളം വളരെ വലുതാണ്. ഇപ്പം മാധ്യമങ്ങളെല്ലാം പറയുക മമ്മൂട്ടിയുടെ ചിത്രം പ്രീ ഫയലിലൂടെ 1 കോടി കടന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് വിചാരിച്ച് പുതിയ ആൾക്കാർ കയറി കാണും, ബുക്ക് ചെയ്യാൻ പോകും, അല്ല ടിക്കറ്റ് കിട്ടാതെ വരും. ഇപ്പോഴത്തെ ബുക്ക് മൈ ഷോ ഒക്കെ എടുത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ
എന്തിനാ ടിക്കറ്റ് അവിടെ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് പോയി പടം കാണാം എന്നൊരു ചിന്താഗതിയാണെങ്കിൽ നിങ്ങൾക്ക് പിഴച്ചു. ചിത്രം ചിലപ്പോൾ നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം. നെഗറ്റീവ് ആകുന്നതിന് മുമ്പ് പരമാവധി ആൾക്കാരെ കയറ്റി ആ ചിത്രം കാണിപ്പിക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ആൻ്റണിയും പൃഥ്വിരാജും ഒക്കെ ചെയ്ത് വിജയിപ്പിച്ചത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എന്താ പറയുക. എനിക്ക് വളരെയധികം വിഷമം തോന്നി. അതുകൊണ്ടാണ് ബഫൂക്കയെ പറ്റി ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പം മമ്മൂട്ടിയുടെ ആരാധകർ എന്നെ ചീത്ത വിളിക്കുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, 10 ആളിനെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കുക. അത് നമുക്ക് അടിച്ചു പൊളിക്കാവുന്നേ 10-ാം തീയതി. ഞാൻ 10-ാം തീയതി ഏതായാലും ചിത്രം കാണാൻ പോകുന്നുണ്ട്. ആദ്യ ഷോയ്ക്ക് തന്നെ ചിത്രം കാണാൻ പോകുന്നുണ്ട്. നിങ്ങളും പോവുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.